ഇത് ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ വാവയുടെ ബർത്ത് വ്ളോഗാണ്. നമ്മുടെ ഡേറ്റ് ജനുവരിയിലായിരുന്നെങ്കിലും നമുക്ക് ഡിസംബർ 26 ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പറയേണ്ടതിൽ ആൾ പെട്ടി പാക്ക് ചെയ്ത് വെച്ച് റെഡി ആയിരിക്കും ഞങ്ങളുടെ അടുത്തേക്ക് വരാമെന്നുള്ളത്. എന്നാലും 26 നൈറ്റ് നമുക്ക് ചെറുതായിട്ട് പെയിൻ വന്നു. 27 ഉച്ചയായപ്പോൾ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വന്നപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അവർ അഡ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു ലേബർ പെയിൻ ആണെന്ന്. 28 പുലർച്ചെ 6:30 നമുക്ക് നോർമൽ ഡെലിവറി ആയി. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം സ്മൂത്തായിരുന്നു. ഹെൽത്തി ബേബിയാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ഡെലിവറിയാണ്. സോ നമുക്ക് കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അന്ന് നമ്മൾ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അതിഥി വന്ന് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഷുട്ടി വന്നിട്ടുണ്ട് ഗായ്സ്. ഇപ്പൊ ഞങ്ങളുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിലാണ്. ഇപ്പൊ ഡിസ്ചാർജ് ആയി. സത്യം പറഞ്ഞ നോർമൽ ഡെലിവറി ആയിരുന്നു. ദൈവം സഹായിച്ച് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയുടെയും ഫലമായിട്ടും വളരെ പെട്ടെന്നായിരുന്നു. ഒന്നിനും സമയം കിട്ടിയില്ല. ഇന്നലെ 2-3 ദിവസമായിട്ട് ഇന്നലെ ആയിരുന്നു പ്രസവം ഉണ്ടായിരുന്നത്. സുഖപ്രസവമായിരുന്നു, കുഴപ്പമില്ല. അമ്മയും കുഞ്ഞും ഹാപ്പി ആയിരിക്കണം. അച്ഛന് ഹാപ്പി ആയിരിക്കുന്നു. ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബാബുടെ അവിടെ നല്ല ഉറക്കത്തിലാണ്. അവിടെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പിന്നെ ഇതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആള് നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ 2 ദിവസം ഈ റൂമിലായിരുന്നു നമ്മൾ സ്പെൻഡ് ചെയ്തത്. എല്ലാം എന്താ പറയുക, പെട്ടെന്നായതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാനോ അതിനൊന്നുള്ള സമയം കിട്ടിയില്ല. അതെ, നമ്മളൊരു ഡൗട്ടിൻ്റെ പുറത്താണ് സത്യം പറഞ്ഞാൽ വന്നത്. പെയിനാണോ എന്നുള്ളത് പെട്ടെന്നായിരുന്നു എല്ലാം പ്രൊസീജിയറായത്. അപ്പോൾ അങ്ങനെയാണ്. നല്ല വ്യൂ ഒക്കെ ഉള്ള റൂമാണ്, വലിയ കർട്ടനൊക്കെ ആയിട്ടുള്ളത്. ഒരു പെട്ടിയുമായി വന്ന് ഞങ്ങൾ കുറേ പെട്ടികളുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. വേറൊന്നുമല്ല, കുറേ ഫ്രണ്ട്സ്, പിന്നെ ഹോസ്പിറ്റലിൻ്റെ വകയിൽ ഗിഫ്റ്റ്സ്, അങ്ങനെ ഒരുപാടായിട്ട് ഏറ്റവും കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ബോയ് ബേബിയാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ്. കാരണം വെച്ചാൽ UAE സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റും. ബോയ് ബേബിയാണെന്ന് നമുക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് എടുത്ത് പറയാൻ വിട്ടുപോയതാണ്. നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പിലാണ്. വീഡിയോയിൽ സൗണ്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ 26 നൈറ്റ് മുതൽ നമ്മൾ നേരെ ഉറങ്ങിയിട്ടില്ല. ഡിസ്ചാർജ് ആവണേ 29 ഈവനിങ് ഒക്കെ ആയിട്ട് ഡിസ്ചാർജ് ആയത് നമ്മൾ നൈറ്റ് ആയി റൂമിലെത്താൻ. ഹോസ്പിറ്റലിൽ നല്ല സർവീസും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗ്.